Praise the Lord. I greet you all in the name of our Lord and Savior Jesus Christ. I would like to share 3 points for our destination. We are born on this earth for a purpose. We have a certain purpose to fulfill in our life. നാം ജീവിച്ചിരിക്കുന്നത് ലോകത്തിൽ വന്നതെല്ലാം നമ്മളുടെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. യേശു കർത്താവ് നമ്മെ വിളിച്ചു. ആ വിളിക്കൊത്തവണ്ണം ആ ഡെസ്റ്റിനേഷനാണ് നമ്മളുടെ ഫോക്കസ്. അതാണ് നമ്മുടെ പർപ്പസ് എന്ന് പറയുന്നത്. പലരും ബാക്ക് സ്ലൈഡിങ്ങിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് ഞാൻ ചിന്തിക്കുന്നത് പലപ്പോഴും നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഒന്നാണെങ്കിലും നമ്മളുടെ ഡിസയർ, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആർ ഡിഫറെൻറ്റ്. നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ ലഭിച്ചില്ല എങ്കിൽ നാം ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തു പോകുന്നു. നാം ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഡെസ്റ്റിനേഷൻ, ക്രിസ്തുവിൻ്റെ ഡിസൈർസ്, നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ. അങ്ങനെയാണ് യേശു കർത്താവ് പ്രാർത്ഥിച്ചതും. കർത്താവെ എൻ്റെ ഇഷ്ടമല്ല, പിതാവെ എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം. അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിലായിരിക്കുമ്പോൾ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആ ഡെസ്റ്റിനേഷൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ലോർഡ്, ഇറ്റ്സ് നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ആൻഡ് ഡിസൈർ. കർത്താവിൻ്റെ പ്ലാൻ, യുവർ പ്ലാൻ നോട്ട് മൈ പ്ലാൻ, അതായിരിക്കണം. അപ്പോൾ നാം ഡെസ്റ്റിനേഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ബാക്ക് സ്ലൈഡായിട്ട് പോകുന്ന അനേകം ക്രിസ്ത്യാനികളുണ്ട്. വൺസ് നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞു, നമ്മൾ ബാപ്റ്റിസം എടുത്തു, ഹോളി സ്പിരിറ്റ് കിട്ടി, ഒക്കെ ആയിരിക്കും. പിന്നെയും നമ്മൾ മൂവ് ചെയ്ത് ആ ഡാർക്ക്നെസ്സിൻ്റെ വേർഡിലോട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അകന്നു. ക്രിസ്തുവിലുള്ളവരാണ് ക്രിസ്ത്യാനികൾ. ക്രിസ്തുവിൽ അല്ലാതെ, ക്രിസ്തുവിൽ നിന്ന് ഒത്തിരി ദൂരെയായിട്ടിരിക്കുന്നതൊക്കെ ഡാർക്ക്നെസ്സിലോട്ടാണ്. ഒന്നുകിൽ ക്രിസ്തു അല്ലെങ്കിൽ ഡാർക്ക്നെസ്, ഇത് രണ്ടുമേ ഉള്ളൂ. അപ്പോൾ ഡാർക്ക്നെസ്സിലോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണമാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ തെറ്റിപ്പോകുന്നു. അതിനാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് 3 പോയിൻറ്റ്സാണ് പറയാനായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, നോ യുവർ ഡെസ്റ്റിനേഷൻ, നോ വെൽ യുവർ ഡെസ്റ്റിനേഷൻ. നാം നമ്മളുടെ ഡെസ്റ്റിനേഷൻ വളരെ കൃത്യതയോടെ അറിഞ്ഞിരിക്കണം. അതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ എൻ്റെ മകനെ പത്തനംതിട്ട എന്ന് പഠിപ്പിച്ചു, ബസ്സിൽ കയറാൻ പഠിപ്പിച്ചു. പായും തായും ന്യായും ഒക്കെ പഠിപ്പിച്ചു. അവൻ പഠിച്ചു. പത്തനംതിട്ടയുടെ ബസ് കയറിയിട്ട് അവൻ ഇറങ്ങിയത് പത്തനാപുരത്താണ്. കാരണം അവിടെ പായുണ്ടായിരുന്നു, തായുണ്ടായിരുന്നു, ന്യായുണ്ടായിരുന്നു. അവനത് മാത്രമേ നോക്കിയുള്ളൂ. ഹി ഡിഡ് നോ വെൽ. എഴുതാൻ വായിക്കാനും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഡെസ്റ്റിനേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ നല്ലതായിട്ട് അറിയണം. ക്രിസ്തുവിലോട്ടുള്ള ഡെസ്റ്റിനേഷൻ അറിയുവാൻ വേണ്ടിയിട്ട് ആ വഴി ഇടുക്കവും ഞെരുക്കവും ഒക്കെ ഉള്ളതാണ്, വേദനകൾ ഉള്ളതാണ്. ബട്ട് യു നോ ദാറ്റ് ഹി വിൽ നെവർ ലീവ് us, നോട്ട് forsake us. So second one, when you focus on your destination, you may be distracted with many other things. ഡാർക്ക്നെസ്സിൻ്റെ പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്നിരിക്കും. അതൊന്നും നമ്മുടെ ഡെസ്റ്റിനേഷനെ, അതിനെ തകർക്കുന്നതായിരിക്കരുത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നാൽ, ഞാൻ വണ്ടി ഓടിച്ചു പോകുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ, ഞാൻ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഡെസ്റ്റിനേഷൻ ഒരു പക്ഷേ എൻ്റെ ജോലി സ്ഥലമായിരിക്കും. അവിടെ എത്തുവാനായിട്ടുള്ള കറക്റ്റ് ടൈം പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് മുമ്പേ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ആവശ്യം ഉണ്ടായിരിക്കണം. താമസിച്ചു പോകാനും പറ്റത്തില്ലല്ലോ, കാരണം കൃത്യസമയത്ത് ഞാൻ എത്തേണ്ടതായിട്ടുണ്ട്. സോ വെൻ ഐ ഡ്രൈവ്, ഐ മേ സീ മെനി ബിൽബോർഡ്സ് ആൻഡ് ട്രാഫിക് സൈൻസ്. ട്രാഫിക്കിൻ്റെ സൈനും മറ്റു പല അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബിൽബോർഡ്സ് അവിടെ കണ്ടെന്നിരിക്കും. എനിക്ക് ഇതെല്ലാം നോക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തില്ല, എല്ലാ അഡ്വർടൈസ്മെൻറ്റും കണ്ടിട്ട്. ഒരു പക്ഷേ ഞാനൊരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ സൈൻ കണ്ടാൽ ഞാൻ അത് നോക്കി അങ്ങോട്ടങ്ങ് പോവാണെന്ന് വിചാരിച്ചോ. നല്ലൊരു ഹോട്ടൽ, എൻ്റെ കയ്യിൽ പൈസയുണ്ട്, എൻ്റെ പേഴ്സിൽ $1 ഉണ്ടെങ്കിൽ, എന്നാൽ പിന്നെ എനിക്ക് ആ നല്ല ഹോട്ടലിൽ പോയി നല്ല ഒരു ഫുഡ് കഴിച്ചാൽ എന്താ. അല്ലെങ്കിൽ എനിക്ക് ഒരു ആൽക്കഹോൾ വിൽക്കുന്നിടത്ത്, അതാണ് എനിക്ക് താല്പര്യം. അല്ലെങ്കിൽ എനിക്ക് സിനിമ തിയേറ്ററാണ് താല്പര്യമെങ്കിൽ ഈ ബിൽബോർഡ്സ് എല്ലാം എന്നെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരിക്കും, ഡ്രസ്സ് കിട്ടുന്നത്, പലതരം സാധനങ്ങൾ കിട്ടുന്ന, നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒത്തിരി ബിൽബോർഡ്സ് അവിടെ ഉണ്ടായെന്നിരിക്കും. ഞാൻ ആ ബിൽബോർഡ്സിനെ കണ്ടിട്ട് അതിൻ്റെ ഡെസ്റ്റിനേഷനോട്ട് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെസ്റ്റിനേഷൻ മാറി. അതിന് ഞാനാണ് ഉത്തരവാദി. എനിക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു, എൻ്റെ ജോലി സ്ഥലത്ത് എത്തുക എന്നുള്ളത്.
പക്ഷെങ്കിൽ ഞാൻ ആ ഡെസ്റ്റിനേഷനിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തത് എൻ്റെ ഡിസയറാണ്. എൻ്റെ ജോബ് എനിക്ക് തന്ന എംപ്ലോയറിൻ്റെ ഡിസയർ വെച്ചിട്ടല്ല ഞാൻ സമയത്ത് ജോലിക്ക് ചെല്ലുന്നത്. അതുപോലെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. നോട്ട് മൈ വിൽ ബട്ട് ലോർഡ് യുവർ വിൽ, നോട്ട് മൈ പ്ലാൻ ഗോഡ് യുവർ പ്ലാൻ. അതാണ് സെക്കൻഡായിട്ടുള്ളത്. തേർഡ്, യു ഷുഡ് നോ യുവർ സൈൻ. ആ റോഡിൽ പല സൈനുകൾ ഉണ്ടായിരിക്കും. ട്രാഫിക് സൈൻ, ഞാൻ എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണം, ഞാൻ എപ്പോൾ ഗീവ് അവേ ചെയ്യണം, എപ്പോഴാണ് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, സ്ലോ ചെയ്യേണ്ടത്, സ്പീഡ് ലിമിറ്റ്, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ കാണും. ഏത് ട്രാക്കിൽ കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ പല സൈൻ ബോർഡുകൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ട്രാഫിക് സൈൻ ബോർഡ്സ് കാണും. അതിനെ ഞാൻ തീർച്ചയായിട്ടും സർട്ടൻലി ഞാൻ അതിനെ ഫോക്കസ് ചെയ്യണം. ഇഫ് ഐ ഡോണ്ട് ഫോക്കസ് ഐ മേ ബി പെനലൈസ്ഡ്. എന്നെ പണിഷ് ചെയ്തെന്നിരിക്കും. അല്ലെങ്കിൽ ഞാൻ അതിൽ വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് ഓൺ ദ വേ ഞാൻ ക്രാഷ് ആകും. ഞാനും മറ്റുള്ളവരെയും ഞാൻ അപകടത്തിൽപ്പെടും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ വന്നു കഴിഞ്ഞ് അതിൻ്റെ സൈൻ ബോർഡുകൾ പ്രോപ്പറായിട്ട്, അതിൻ്റെ ട്രാഫിക് സൈൻ ബോർഡ്സ്, ക്രിസ്തീയ ജീവിതത്തിലോട്ടുള്ള ട്രാഫിക് സൈൻ ബോർഡ്സ്, ആ വേയിലുള്ളത് നമ്മൾ കീപ്പ് ചെയ്തില്ല എങ്കിൽ നാം ക്രാഷ് ആകും. ഈ 3 നിയമങ്ങൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ചെല്ലുവാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം വാക്യത്തിൽ കാണാം, മെറ്റീരിയൽ തിങ്സ് വിൽ പാസ് അവേ ഇവൻച്വലി. ഡു നോട്ട് വർക്ക് ഫോർ ദ ഫുഡ് ദാറ്റ് പെറിഷസ് ബട്ട് വർക്ക് ഫോർ ദ ഫുഡ് വിച്ച് എൻഡ്യൂഴ്സ് ടു ഇറ്റേണൽ ലൈഫ്. നമ്മുടെ ഇറ്റേണൽ ലൈഫാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്നാണ് യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. ഐ കെയിം ടു ഗിവ് ലൈഫ് ആൻഡ് ഗിവ് ലൈഫ് അബൻഡൻ്റ്ലി. ഇച്ചിരി ലൈഫായിട്ടല്ല, ഹീ ഈസ് ഗിവിങ് അസ് ലൈഫ് അബൻഡൻ്റ്ലി. അബൻഡൻ്റായിട്ട് നമുക്കൊരു ജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്, നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ക്രിസ്തു വന്നു ഈ ലോകത്തിൽ. അതിനാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിരിക്കും. ലോകത്തിലെ പലതും നമുക്ക് ലഭിച്ചെന്നിരിക്കത്തില്ല. ഒരു പക്ഷേ കയ്യിലുള്ളതൊക്കെ, ക്രിസ്തീയ ജീവിതത്തിന് എതിരായിട്ടുള്ളതൊക്കെ കർത്താവ് മാറ്റിയെന്നിരിക്കും. അപ്പോഴേക്കും നാം ഭാരപ്പെട്ടിട്ട് ആ ഡെസ്റ്റിനേഷൻ്റെ ഫോക്കസിൽ നിന്ന് മാറി മറ്റുള്ള ലോകത്തിൻ്റെ അട്രാക്ഷനിലേക്ക് പോകരുത്. ഈ വചനങ്ങൾ നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും ഒരുപോലെ അനുഗ്രഹമായി ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൽ, ആ ഹെവനിൽ എത്തുവാൻ തക്കവണ്ണം, ആ ഇറ്റേണൽ ലൈഫിൽ എത്തുവാൻ തക്കവണ്ണം, നിത്യജീവനിൽ എത്തുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും യേശു കർത്താവ് സഹായിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.